തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കമ്പത്തേക്കുള്ള റൂട്ട് നമ്മൾ കയറി കേട്ടോ. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം വഴി കുറച്ച് മോശമാണ്, നല്ല പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. പോരാത്തിന് നല്ല പൊടിയുണ്ട്. ഒരുപാട് വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. വണ്ടികളുടെ തിരക്കുണ്ട്. നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ടും അവധി ആയതുകൊണ്ടും എല്ലാവരും മുന്നേ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ലോഡ് കയറ്റിയിട്ടുള്ള വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ ഹോളിഡേയ്സിൽ മാത്രമായിരിക്കില്ലല്ലോ, എല്ലാ ദിവസവും പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയ വണ്ടികളൊക്കെ ആ റൂട്ട് നല്ലോണം പോകുന്നുണ്ട്. പോരാത്തിന് എന്തോ ചെറിയൊരു വഴിപണിയും നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. സൈഡിൽ കൂടെയൊക്കെ പൊടി അടിച്ചിട്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെ പച്ച കളറൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിറച്ച് പൊടിയായിട്ട് ഇങ്ങനെ ഗ്രേ കളറിലൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ 18 വളവ് ഇറങ്ങിയാണ് കേട്ടോ താഴേക്ക് പോകുന്നത്. 18 വളവും നല്ല ഒന്നന്തരം വളവുകളാണ്, നല്ല വലിയ വളവുമാണ്. പിന്നെ ഈ പറഞ്ഞ വണ്ടികൾ ഒരുപാട് വരുന്നത് കൊണ്ട് ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ നമ്മൾ നല്ല സേഫ് ആയിട്ട് സ്ഥലമൊക്കെ നോക്കിയിട്ടോ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുന്നത്. ഈ വഴി തന്നെയാണ് മധുര തേനി ഒക്കെ പോകുന്നത്. നമ്മൾ എന്തായാലും ഈ തവണ തേനിയും പോകുന്നില്ല മധുരയും പോകുന്നില്ല കേട്ടോ. വേറെ റൂട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് 2 ബോർഡ് അവിടെ കണ്ടോണ്ടാട്ടോ പറഞ്ഞത്. നമ്മൾ എന്തായാലും കമ്പം വരെ പോകുന്നുള്ളൂ. ആദ്യത്തെ 1-2 വളവുകൾ നമുക്ക് അത്ര ഭംഗിയൊന്നും കാണാനില്ല കേട്ടോ. ചുറ്റും ഇങ്ങനെ ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും ബ്യൂട്ടിക്ക് കൂടി വരികയാണ്. ചുറ്റും മലകൾ, ആ മലകൾക്ക് നടുവിൽ കുറച്ച് സ്ഥലം. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഏകദേശം 4 മണിയോടെ അടുക്കാറായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണെന്നറിയില്ല, വലിയ ചൂടുണ്ടായിരുന്നില്ല, വലിയ തണുപ്പുണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. 18 വളവ് ഇറങ്ങി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡാണ്. റോഡ് സൈഡിൽ നിറയെ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അതും പുളിമരങ്ങൾ. ആ പുളിമരത്തിലെല്ലാം നിറച്ച് പുളിയും ഉണ്ടായിരുന്നു. എല്ലാ പുളിമരത്തിലും നോക്കിയാൽ കൊതി വിട്ടിട്ടോ പോകുന്നത്. നമ്മുടെ KSRTC ബസ്സൊക്കെ ഇതുവഴി പോകുന്ന കണ്ടു കേട്ടോ. ഈ കുമ്മളി, കട്ടപ്പന അവിടെ നിന്നൊക്കെയുള്ള ബസ്സുകളാണ് പോകുന്നത്. ഇത് എങ്ങോട്ടാ പോകുന്നതെന്നും എവിടെന്നാ വരുന്നതെന്നും അറിയില്ല. ഇത് രണ്ടും ഞാൻ അതിന്റെ ബോർഡിലെ പേര് കണ്ടിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ മെയിനായിട്ട് വന്നത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടോ. പക്ഷെ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നോക്കി, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കുറേ ഊട് വഴികളെല്ലാം കറങ്ങിയതിന് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. ഊട് വഴി കൂടെ എല്ലാം പോയത് നല്ലതായിരുന്നു പിന്നെ തോന്നിയിട്ടോ. കാരണം അവിടുത്തെ ബിൽഡിങ്ങുകളുടെയും വീടിന്റെയും പിന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭംഗി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുന്ന അടുത്ത പാട്ടായിട്ട് ഇടാവേ. എല്ലാം കൂടി ഇതിനകത്ത് തികയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.